ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉപ്പുമാങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാണ്, കണ്ടോ, അലിഞ്ഞു തുടങ്ങി ഉപ്പിലിട്ട മാങ്ങ കുറച്ച് ദിവസമായി ഇട്ടിട്ട്. അപ്പോൾ ഈ മാങ്ങ കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിഞ്ഞുകൂടാത്തവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ പീരിയാണ് വെച്ചിരിക്കുന്നത്. ഒരു 3-4 ചെറിയ ഉള്ളിയുണ്ട്, ഒരു 3-4 മുളക്. ഇത് വലിയ എരിവില്ലാത്ത മുളകാണ്. നമ്മുടെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ഇതിന് ഭയങ്കര എരിവ് അത്ര സുഖമുള്ളതല്ല. അപ്പോൾ ഇത് നമുക്കിതിപ്പോൾ എരിവ് കുറവായതുകൊണ്ട് നമുക്ക് നോക്കാമല്ലോ. എന്നിട്ട് ഇത്ര സംഭവമാണ് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നത്. നമുക്ക് കാണിച്ചു തരാം ബാക്കി എങ്ങനെയാണെന്ന്. നമ്മൾ ഈ പഴമാങ്ങയ്ക്ക് വേണ്ടി പൊളിക്കൂലേ, അതുപോലെ നമുക്കിത് പൊളിച്ചെടുക്കുകയാണ് ഞാൻ. തൊണ്ട് ഉണ്ടോ, ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. എന്നിട്ട് ഇതായതുണ്ടോ, അരിഞ്ഞതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് അരിഞ്ഞില്ല, എന്നാലും നമുക്കിത് അരിഞ്ഞിട്ടുണ്ട്. തേങ്ങ എടുത്ത് ജാറിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഈ മാങ്ങ ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ നമ്മൾ പുളിശ്ശേരിക്ക് എടുക്കണം മാങ്ങ പോലെ എടുത്തിരിക്കണം, അല്ലാതെ അരിഞ്ഞ് കഷ്ണമായിട്ട് തന്നെ എടുത്തെടുക്കാം. ഇത് പക്ഷേ അങ്ങനെ പറ്റുള്ളൂ. ഇത് അങ്ങനത്തെ മാങ്ങ, ഇത് പുളിശ്ശേരിയുടെ മാങ്ങയായിരുന്നു. ഞാനതിനെടുത്തിട്ട് ഉപ്പിലിട്ടു, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് മുളകിൻ്റെ എരിവ് അനുസരിച്ച് ഇടാം. ഞാനിവിടെ 3 മുളക് ആദ്യം ഇടുന്നു. ഇത് പുതിയ മുളകാണെങ്കിൽ അതിൻ്റെ എരിവ് അറിയുള്ളൂ, തിന്ന് നോക്കാൻ പറ്റില്ല എരിവ്. അത് ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ഉള്ളിയും കൂടെ ഞാൻ ഇടുകയാണ്. ഒരു ചുവന്നുള്ളി ഒരെണ്ണം ഇടുന്നുള്ളൂ. ഇവിടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ 2 മാങ്ങ എടുത്ത് അതിനകത്തോട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് അതിനാവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിക്കാം. അല്പം വെള്ളം മതി. ഇനി നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിടാം. നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഈ അരച്ചരപ്പാണിത്, കണ്ടോ, അരപ്പ്. ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലോട്ടിടുകയാണ് ഞാൻ. ചൂടായിട്ടുണ്ട്, ഒന്ന് പതിഞ്ഞു വന്നു. ഞാൻ ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഈ പുളിശ്ശേരി മാങ്ങ പച്ച കിട്ടിയതായിരുന്നു. അതാണ് ഞാനിങ്ങനെ ആക്കി വെച്ചത്. അതിനെ ഉപ്പിലിട്ട് പിന്നീടാണ് അറിഞ്ഞത് പുളിശ്ശേരി മാങ്ങയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അതുകൊണ്ട് അതിൻ്റെ അല്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് കഷ്ണിച്ച് തന്നെ എടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് അത് പിന്നെ നമുക്ക് അതിൻ്റെ ഈ അണ്ടിയും കൂടി ഇട്ട് നമുക്ക് കറി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് താളിക്കാം. കടുകിടാം. കുറച്ച് 2 ഉലുവയും കൂടി ഇടാം. ഉലുവ പൊട്ടി, കടുകും പൊട്ടി. നമുക്കിനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ച് ഉള്ളി എടുക്കാം. നമ്മൾ കുറേ 3 ഉള്ളി ചുവന്നുള്ളി കാണിച്ചിരുന്നല്ലോ ഞാൻ, അത് ഇതുമാണ്. 2 ഉണക്കമുളക് അതുകൂടി ഇടാം. മുളക് കളിക്കില്ല, അതിന് കറിവേപ്പില. ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു അല്പം മുളക് പൊടി ഇടുകയാണ്. ഇനി നമുക്കിത് ഇതിലോട്ട് ഒഴിക്കാം. നമ്മുടെ ഉപ്പുമാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി, നമ്മൾ മാമ്പഴ പുളിശ്ശേരിയല്ലേ ഉണ്ടാക്കണം. അതിന് പകരം ഇത് ഉപ്പുമാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി. പുളി പോരാൻ തന്നെ വേണമെങ്കിൽ മോര് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. വളരെ രുചികരവും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.